Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജെല്ലി കസ്റ്റാർഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള വാട്ടർ ജെല്ലി മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ജെല്ലി പൗഡർ ഒന്ന് അലിയിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുള്ള വെള്ളം ചേർത്താലാണ് ഈ പൗഡർ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് അലിയിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി പൗഡർ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ജെല്ലി കസ്റ്റാർഡ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് നമ്മുടെ ജെല്ലി കസ്റ്റാർഡ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് ഒരു ബൗളിലോ പ്ലേറ്റിലോ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബൗളിലേക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ചൂടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്താൽ അത് കട്ട കെട്ടും, അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുന്നതിൻ്റെ മുന്നേ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോകും തോറും കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം.
ഇപ്പോൾ കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്, കണ്ടില്ലേ, കുറച്ചും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്പിളും പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ആപ്പിളും ഒരു പഴവും ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് നോക്കാം, ജെല്ലി സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി സെറ്റ് ആയിട്ടുണ്ട്, ഗ്ലാസ്സിൽ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. രണ്ട് ഗ്ലാസ്സിലും നമുക്ക് ഇതുപോലെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലും ഫ്രൂട്ട് കസ്റ്റാർഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഗ്ലാസ്സിൽ ജെല്ലി സെറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന ജെല്ലി ഒരു പ്ലേറ്റിലോ ബൗളിലോ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് സെറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറി വെച്ച് കൊടുക്കാം. ഗാർണിഷിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.